ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ പ്രൊപ്പോസൽ തൃശ്ശൂരുള്ള വലിയൊരു ബിൽഡേഴ്സിന്റെ ഇതിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്ന പോലെ തന്നെ ഒരു വീഡിയോ പ്രൊപ്പോസലാണ് കൊടുക്കണം. കാരണം അങ്ങനത്തെ പ്രൊപ്പോസൽ അത് ആരും കൊടുക്കില്ല. അത് ഞാൻ തന്നെ സ്പെസിഫൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചു എന്നൊന്നും അറിയില്ല, പക്ഷെ സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. കാരണം നിങ്ങളുടേതായ യൂണിക്നെസ് ഉണ്ട് എന്തായാലും. അതെ അതെ അതെ, ആൾക്കാരുടെ അടുത്തേക്ക് നമുക്കൊന്നും കൂടെ കടന്നു ചെല്ലാനാണ്. വെറുതെ നമ്മളൊരു വേർഡിൽ എഴുതിയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കണേക്കാളും ഒരു ബെറ്റർ. മാത്രമല്ല ഇപ്പോഴത്തെ സമയത്തിന് ആവശ്യമുള്ളതുമാണ്. അതെ 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 അതെ. അപ്പൊ അങ്ങനെ കൊടുത്തപ്പോൾ ഈ അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു എൻഡേറ്റ് ആവുമ്പോൾ അവിടെ മാർക്കറ്റിങ്ങിന് വേറെ സ്റ്റാഫ് ഉണ്ട്, അവർക്ക് PA വേറെ ആളുണ്ട്. അപ്പൊ ഒരു ഓൺടർപ്രണറുടെ ചുറ്റും ഒരു ഉപജാപക വൃന്ദം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, ചുറ്റും ഉണ്ടാവും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളായാലും നിങ്ങളുടെ ചുറ്റും ആൾക്കാരെ നിർത്തുന്നത് നിങ്ങൾ വളരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അല്ല, എല്ലാവരുടെ ആവശ്യം വളർച്ചയാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ കാര്യം മാർക്കറ്റിൽ വരുന്നു, പുതിയ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ കാര്യം വരുന്നു, നമ്മുടെ ഒരു പ്രൊപ്പോസൽ കൊടുക്കണമെന്നൊക്കെ നമ്മളൊരു ഓണ്ടർപ്രണർ രീതിയിൽ ആലോചിക്കുമ്പോൾ അയാൾക്ക് അത് കിട്ടണമെങ്കിൽ അയാളുടെ ചുറ്റുള്ള ആൾക്കാരെ അടുത്തുനിന്ന് കിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് എൻട്രി പോയിന്റ് അവരാണ്. അപ്പൊ അവരെങ്ങനെ ഉണ്ടെന്നുള്ള അനുസരിച്ചിരിക്കും ഈ ഒരു കാര്യം. ഞാൻ ഈ ബിൽഡേഴ്സിന്റെ അടുത്ത് പ്രൊപ്പോസല് അത് നമ്മൾ വീഡിയോ പ്രൊപ്പോസൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. 5 മിനിറ്റ് ഉള്ളൂ. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 300 സെക്കൻഡേ ഉള്ളൂ. ഈ 300 സെക്കൻഡിന് വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ആളുടെ ഫോണിലേക്ക് അത് എത്തും, അതൊന്ന് കണ്ടാൽ മതി. മാർക്കറ്റിംഗ് ടീമിനാണ് ആളത്, നമ്മുടെ എൻട്രി പോയിന്റ് അവരാണ്. അപ്പൊ ഇവരുടെ അടുത്ത് നമ്മളിത് കൊടുത്തു, PAയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ മാർക്കറ്റിംഗ് ടീമിലുള്ള ആൾക്കാർക്ക് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അത് മാത്രല്ല, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഇപ്പോഴും ശരിക്കും എന്റർപ്രണേഴ്സ് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ് മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ അതിനെ കുറിച്ചിട്ട് അറിവില്ലാത്ത എന്റർപ്രണേഴ്സ് ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ പഴയ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിവ് വേണം. അല്ല, നമുക്ക് അറിവില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ളവർക്കെങ്കിലും ഇൻഡസ്ട്രി റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം. അതെ, അതുപോലുള്ളവരാണ് നിർത്താൻ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരായതുകൊണ്ട് അവർ നമ്മളെടുത്ത് പേഴ്സണൽ ബ്രാൻഡിങ് അതെന്താണ് അവരെ. അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോയിൽ യൂസഫലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ ജേണറിലുള്ള ഒരു ബിൽഡർ ആയിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത ആളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ചോദിക്കുന്നത് യൂസഫിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളാണോ, അങ്ങനെ ഇയാളിത് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അവരുടെ പ്രൊഫൈലൊക്കെ നമ്മള് സാധാ LKG കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന പോലെ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും തുടരെ ചോദിക്കുകയാണ്, അവര് ഈ വീഡിയോ കണ്ടോ, അതായത് അതിന്റെ നിങ്ങളുടെ ഓണർ ഇത് കണ്ടോ, കടന്നു എന്നുള്ളത്. പക്ഷെ അവര് അതിനൊരു മറുപടി തരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരത് അത്രയും ലാഗിച്ച് കൊണ്ടുപോകാണ്. അപ്പോ പിന്നെ PAയുടെ അടുത്ത് പറയുമ്പോഴായാലും മാർക്കറ്റിംഗ് ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറയാം. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നത് അവരതിനെ കുറിച്ചിട്ട് വേണ്ട ഒരു അറിവില്ലാത്തവരാണെന്നുള്ളതാണ്. അതായത് അവരുടെ സപ്പോർട്ടിംഗ് ടീം. എന്റർപ്രണർക്ക് ഒരു പക്ഷെ അറിവില്ലാണ്ടായിരിക്കാം, പക്ഷെ അതിന് അറിവ് കൊടുക്കേണ്ട ആൾക്കാരാണ് സപ്പോർട്ടിംഗ് ടീം. അവരും ഇപ്പത്തെ ഇൻഡസ്ട്രിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമില്ല. അത് തന്നെയല്ല, നമ്മുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അത് ഈ വളരാൻ വേണ്ടിട്ട് വെച്ചിട്ടുള്ള സർക്കിൾ ഇവരെ തളർത്തുന്നു. അല്ല, അതൊരു പരിധി വരെ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് ഏറ്റവും റിയൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം. ഞാൻ മനസ്സിലാക്കണത് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമാവുക എന്നുള്ളതാണ് ഏറ്റവും ഇഫക്റ്റീവും ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവും ആയിട്ടുള്ള രീതി. ഇഫക്റ്റീവ് ആണെന്ന് മാത്രമല്ല, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. നമുക്കൊരു ഇൻഫർമേഷൻ വളരെ നിമിഷ നേരം കൊണ്ട് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റും. ഹോർഡിങ്സ് ഇട്ടു, നോട്ടീസ് ഇട്ടു, പോസ്റ്റർ ഒട്ടിച്ചു, എത്ര സമയം, എത്ര ആൾക്കാരുടെ മാൻ പവർ അതിൽ വേണം. ഇതിലിപ്പോ നേരിട്ടിട്ട് ഈ പറയുന്ന കഴിവുള്ള ഒരാള് ഒറ്റയ്ക്ക് പറ്റുമെങ്കിൽ അതല്ലെങ്കിൽ ഒരാളുടെ സപ്പോർട്ട്, വിവരമുള്ള ഒരാളുടെ സപ്പോർട്ട് എടുക്കുക. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് വളരെ വേഗത്തിൽ ആളുകൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല മീഡിയ ആയിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയനെ കാണുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഡിസിഷൻ എടുക്കുന്നത്. ഡിസിഷൻ, അതായത് ഏത് ഹോട്ടലിൽ പോകണം, ഏത് ഭക്ഷണം കഴിക്കണം, അതല്ലെങ്കിൽ ഏത് കോഴ്സിന് ചേരണം, ഒക്കെ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ നോക്കിയിട്ടാണ്. അപ്പൊ ആ മീഡിയ കൂടെ മാത്രമേ നമുക്ക് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മള് പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി നമ്മുടെ ബ്രാൻഡിന്റെ ക്വാളിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അതിലൊരു കുറവുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബിൽഡർ ആയിക്കോട്ടെ, അവരുടെ കണ്ടന്റ് ക്വാളിറ്റിയിൽ ഒരു കുറവ് നേരെ ഒരു പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ അവരുടെ ബിൽഡിങ്ങിന് ക്വാളിറ്റി കുറയുന്ന ക്വാളിറ്റി, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിക്ക് ഒപ്പം തന്നെ പ്രാധാന്യം അവരുടെ മാർക്കറ്റിംഗ് ക്വാളിറ്റി ആ വീഡിയോയിൽ ക്വാളിറ്റിക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇതുപോലുള്ള ട്രാപ്പുകളിൽ ഇതുപോലുള്ള ഓണ്ടർപ്രണേഴ്സ് പെട്ടുപോകാതിരിക്കണമെങ്കിൽ അവരും കുറച്ചൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അവരുടെ ചുറ്റുള്ള ആൾക്കാർ കുറച്ച് അപ്ഗ്രേഡർ ആണോ എന്ന് അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. എന്റെ അഭിപ്രായത്തില്
എന്റർപ്രണർ തന്നെയാണ് ഇതിൽ ഇനിഷ്യേഷൻ എടുക്കേണ്ടത്. കാരണം സബ് ടീം ഒരിക്കലും ഈ ഒരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അവർ ആവശ്യമില്ല. 5 മണിക്ക് ശമ്പളം മേടിച്ച് പോയാൽ മതി. എന്റർപ്രണർക്ക് ആവശ്യമാണ് ഇൻഡസ്ട്രി ഇപ്പൊ എന്താണ്, എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതും, പറ്റുന്നവരല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ മാറ്റേണ്ടതും പുതിയ ആൾക്കാരെ കൊണ്ടുവരേണ്ടതും ഒക്കെ എന്റർപ്രണർ റെസ്പോൺസിബിലിറ്റി. ഒരു എന്റർപ്രണറുടെ മെയിൻ ക്വാളിറ്റിയാണ് അത്. കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക, കറക്റ്റ് ടീമിനെ കൊണ്ടുവരിക, സ്ഥാപനത്തിന് ആ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ അവർ പുറകോട്ട് പോകുന്നതും അങ്ങനെ ഇൻഡസ്ട്രിയിൽ കാണുന്ന പല മുമ്പത്തെ വമ്പന്മാരും പിന്നാക്കം പോയതിന്റെ ഒരു കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ വരുത്താത്തത് തന്നെയാണ്. ചിലവര് പണ്ടുണ്ടായിരുന്നവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അവര് കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ കറക്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. പുതിയൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകത വളരെ പെട്ടെന്ന് വന്നിട്ട് വളരെ പെട്ടെന്ന് വളരെ വലിയ രൂപങ്ങളിലേക്ക് ഉയരുന്നവരും ഉണ്ട്. പക്ഷെ അവരൊക്കെ വലുതായിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് മാത്രമാണ്. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് നാട്ടുകാരെ അറിയിക്കുന്നതാണ്. അതാണ് നാട്ടുകാരെ അധികം കാണുന്നത്. അല്ല അപ്പൊ ആദ്യം എന്റെ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ തന്നെ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും. അപ്പോഴാണ് അവരത് കാണാനും ആക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ അടുത്തേക്ക് വരാനും തയ്യാറാവുന്നത്. പണ്ടത്തെ പോലെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അവർ തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറയുന്ന കാലഘട്ടം കഴിഞ്ഞു. ഇനി അത്രയും വലിയ കോമ്പറ്റീഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പോലത്തെ സമാനമായ ചിലപ്പോൾ എന്നെക്കാളും മികച്ച പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഇഷ്ടപ്രകാരം ആൾക്കാർ മാർക്കറ്റിലുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് എന്നെ യൂണിക് ആക്കുന്ന അല്ലെങ്കിൽ എന്റെ പ്രൊഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ് എന്ന് നമ്മള് ഓഡിയൻസിലേക്ക് എത്തിച്ചേ പറ്റുള്ളൂ. അതിന് സ്വാഭാവികമായിട്ടും ഏറ്റവും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്ന മാർഗം സോഷ്യൽ മീഡിയ തന്നെയാണ്. അതിന് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കണ്ടന്റുകളും നല്ല ടീമും വേണം. എനിക്ക് തോന്നുന്നു അത് വളരെ റിലവന്റ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്. മുമ്പ് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ആരാത് ചെയ്യണമെന്നൊക്കെ ആ ഒരു കാലഘട്ടം മാറി. ഇപ്പൊ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതെ ഇപ്പൊ സീരിയസ് ആയിട്ട് നമ്മൾ കണ്ണു തുറന്നാൽ കാണാനുള്ള സാധനങ്ങൾ ചുറ്റുപാടുണ്ട്. അത് കാണുക, അഡോപ്റ്റ് ചെയ്യുക, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ചെയ്യാനായിട്ടുള്ള കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.